ഒരിക്കൽ കേരളത്തിലെ മാതൃകാ റോഡായിരുന്ന പ്രദേശം ഏറ്റവും മികച്ച പാർപ്പിട മേഖല. അതെ, പറഞ്ഞു വരുന്നത് പനമ്പിള്ളി നഗറിനെ കുറിച്ച് തന്നെയാണ്. എന്നാൽ ഇന്ന് പനമ്പിള്ളി നേരിടുന്നത് വൃത്തിഹീനമായ സാഹചര്യമടക്കം നിരവധി പ്രശ്നങ്ങളാണ്. പന്ത്രണ്ട് വർഷം മുൻപാണ് ടൂറിസം ഫണ്ട് ഉപയോഗിച്ച് പനമ്പിള്ളിയിലെ നടപ്പാതകൾ പൂർത്തിയാക്കിയത്. എന്നാൽ ഇന്ന് പല നടപ്പാതകളും പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ട അവസ്ഥയിലാണ്. അലക്ഷ്യമായി കിടക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള വസ്തുക്കൾ പ്രദേശത്തിന്റെ ശോഭ കെടുത്തി. പൊട്ടിക്കിടക്കുന്ന ഓടകൾ കൊതുകുകളുടെ വിഹാരകേന്ദ്രമായി മാറിയിരിക്കുന്നത് സ്ഥലത്തെത്തുന്ന ആളുകളെയും ബുദ്ധിമുട്ടിക്കുന്നു. പ്രത്യേക പരിഗണന നടത്തി പനമ്പിള്ളി നഗറിനെ പരിപാലിച്ചില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നു പോകുന്ന കൊച്ചിയുടെ ഒരു മുഖമായി മാറേണ്ട പനമ്പിള്ളി നഗറിനെ അവഗണനയോടുകൂടി മുന്നോട്ട് പോകുന്നുള്ള പരാതിയാണ് അവിടുത്തെ താമസക്കാർക്കുള്ളത്. മിക്സർ കോളനിലേക്ക് മാറ്റുമ്പോഴും അവിടുത്തെ താമസക്കാർക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു. അവിടെ ഹോട്ടലുകൾ അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ നന്നായിട്ട് അത് ക്രമീകരിച്ച് പരിപാലിച്ചു പോകുമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നല്ല ബ്യൂട്ടിഫൈ ചെയ്തുള്ള പ്രദേശമാകേണ്ട പനമ്പിള്ളി നഗർ ഇന്ന് അങ്ങനെയല്ല കിടക്കുന്നത്. ഓടകൾ വൃത്തിയാക്കി മുകളിൽ സ്ലാബ് ഇടുന്നതിന് പകരം കാനയിൽ വീഴാതിരിക്കാൻ ഓടയ്ക്ക് വേലി കെട്ടിയിരിക്കുന്നതിനാൽ പലയിടത്തും ദുർഗന്ധവും രൂക്ഷമാണ്. അവിടെ ഒരു കുട്ടി വീണ് ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒരു അപകടമുണ്ടായപ്പോൾ അത് മറക്കി വെക്കാനായിട്ട് ഫെൻസിങ് മാത്രമാണ് ഇപ്പോൾ നടത്തി മുന്നോട്ട്. താൽക്കാലിക ഫെൻസിങ് നടത്തിയിട്ട് അവിടെ നല്ല രീതിയിൽ കാനയ്ക്ക് മുകളിൽ സ്ലാബിട്ട് നടപ്പാതയും സൈക്കിൾ ട്രാക്കും വരുമെന്ന് പറഞ്ഞിട്ടും മുന്നോട്ട് പോയിട്ടില്ല. ഈ ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടും. ബഡ്ജറ്റിൽ വെക്കുക മാത്രമല്ല, അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള കാര്യങ്ങളുമായിട്ട് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതികൾ ആരംഭിക്കുകയാണ്. GCDയുമായി കൈകോർത്ത് അവിടെയുള്ള പാർക്കുകളൊക്കെ നവീകരിക്കുന്നതിനുള്ള പദ്ധതികൾ ആരംഭിക്കും. പനമ്പിള്ളി നഗറിനെയും ഗിരിനഗറിനെയും ബന്ധിപ്പിക്കുന്ന എൽഡേഴ്സ് ഫോറം പാലം ഇത്രകാലമായിട്ടും ബലപ്പെടുത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. തണൽ മരങ്ങൾ, പുൽത്തകിടികൾ, പൂച്ചെടികൾ എന്നിവയ്ക്ക് കൃത്യമായ പരിപാലനം ആവശ്യമുണ്ട്. ചെറിയ മഴയിൽ പോലും പനമ്പിള്ളിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതും സ്ഥിരം കാഴ്ചയാണ്. ദിനംപ്രതി പെരുകുന്ന ഭക്ഷണശാലകളും മാലിന്യങ്ങളും പ്രദേശത്തിന്റെ മാതൃകയിൽ മാറ്റം വരുത്തുന്നതിനും കാരണമായിട്ടുണ്ട്. ദിവസേന നിരവധി ആളുകൾ വന്നു പോകുന്ന പ്രദേശമാണ് പനമ്പിള്ളി. പനമ്പിള്ളിക്ക് ഇനി വേണ്ടത് വികസനമാണ്, പുതിയ മാറ്റമാണ്. കാരണം കേരളത്തിന്റെ മുഖമായി മാറേണ്ട പ്രദേശം ഒരിക്കലും നശിച്ചു പോകരുത്. ക്യാമറാമാൻ ജിഷ്ണു KR വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.